നബിയേ, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുന്ന നബിയേ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാ കൊണ്ടുപോവുകയാണ് നബിയേ. എനിക്കാരുമില്ല നബിയേ, എനിക്കാരുമില്ല നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് നബി തങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് കരയുമ്പോ ആ മനുഷ്യനെ നരകത്തിന്റെ മലക്കുകളെ കൈകളിരിക്കുന്ന ചങ്ങല കൊണ്ട് തല്ലുകയാണ്. അവസാനം മുത്തുനബിയുടെ മുമ്പിൽ കിടന്ന് കരയുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുകയാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ലോകത്തിന്റെ നേതാവ് അവിടുന്ന് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല. എന്തേ അല്ലാഹ് എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? എനിക്കിന്ന് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹുവേ അർഹതയുണ്ടല്ലോ. എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്. ആരാണ് പടച്ചവനെ? പടച്ചവനെ ആരാ വരുന്നതെന്നറിയുമോ? പരിശുദ്ധമായ മാസം നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹ് ഇവനെന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, അല്ലാഹുവേ എന്നെ ഇവൻ പരിഗണിച്ചില്ല തമ്പുരാന്. എന്റെ മഹത്വം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഒരു ഫർദിന് 20 ഫർദിന്റെ കൂലിയാണ്, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചനത്തിന്റെ 10. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറ്റുന്ന മാസമാണ്. 83 കൊല്ലം വിവാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാണ്. എന്നെ എല്ലാവരും ബഹുമാനിച്ചു. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിച്ചു, രോഗികൾ വരെ നോമ്പ് പിടിച്ചു, അമുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു. ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ച തമ്പുരാന്, ഇവൻ എന്നെ കളിയാക്കി തമ്പുരാന്, ഇവൻ എന്നെ നിസാരമാക്കി പടച്ചവന്. അതുകൊണ്ട് അല്ലാഹ്